ഹരേ രാമ ഹരേ കൃഷ്ണ. വീട്ടിൽ സമാധാനമുണ്ടാകാൻ ഇത്രമാത്രം ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ സകല സൗകര്യങ്ങളും പണവും പ്രശസ്തിയുമൊക്കെ ഉണ്ടായാലും സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ എന്താണ് ഗുണം? ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയുണ്ടെങ്കിലും സമാധാനവും സന്തോഷവും ഇല്ലാത്ത ചില വീടുകളുണ്ടാവും. പണവും സർവ്വ വസ്തുക്കളും കാര്യങ്ങളുമെല്ലാം ഉണ്ടാകും. പക്ഷേ അവിടെയുള്ളവർക്ക് ഒരു രീതിയിലുമുള്ള സമാധാനം ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ സന്തോഷവും ഉണ്ടാകില്ല. വീടിനുള്ളിൽ കലഹങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ എപ്പോഴും പ്രത്യക്ഷത്തിൽ ഇതിന് കാരണം കണ്ടുപിടിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഇതിന് വാസ്തുപ്രകാരം പറയുന്ന ചില കാരണങ്ങളിൽ നാം വീട്ടിൽ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളും പെടുന്നു. ഇവ ഒഴിവാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത്. വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട ഒന്നാണ് ഓട്ട വീണതും ചളുങ്ങിയതും പൊട്ടിയതുമായ പാത്രങ്ങൾ ഒരു കാരണവശാലും വീട്ടിൽ ഉപയോഗിക്കുവാൻ പാടില്ല. ഇത്തരം സുഷിരം വീണ പാത്രങ്ങൾ നല്ലതല്ലെന്ന് തന്നെയാണ്. ഇത്തരം ചോർച്ച പോലെ നമ്മുടെ കയ്യിൽ നിന്നും ദ്രവ്യങ്ങളും നഷ്ടപ്പെടും. ഇത് പെട്ടെന്ന് വരുമെന്നല്ല, മെല്ലെ മെല്ലെ ക്ഷയം വരുമെന്നർത്ഥം. അതുപോലെ തന്നെ പൂജാമുറിയിൽ കിണ്ടി സൂക്ഷിക്കുന്നവരുമുണ്ട്. ഇതിൽ ഓട്ട വീണത് ഒരു കാരണവശാലും ഉപയോഗിക്കുവാൻ പാടില്ല. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് ഊർജം കൊണ്ടുവരുന്ന ഒന്നാണ്. നാം ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം വീടിൻ്റെ മുൻവാതിലാണ്. വീടിൻ്റെ മുൻവാതിൽ വളവുണ്ടാകുന്നത് ഒരു രീതിയിലും നല്ലതല്ല. വളഞ്ഞ വാതിൽ എന്നു പറഞ്ഞാൽ നാം നേരെ അടച്ചാൽ അടയില്ല എന്നാണ്. നാം ബലം ഉപയോഗിച്ച് അടയ്ക്കേണ്ടി വരുന്നു. വിശ്വാസമനുസരിച്ച് മുൻവാതിൽ അല്ലെങ്കിൽ പ്രധാന വാതിൽ ലക്ഷ്മി ദേവി വരുന്ന വഴിയാണെന്നാണ് വിശ്വാസം. ആയതിനാൽ തന്നെ ഇവിടെ അപാകതകൾ ഒരു കാരണവശാലും പാടില്ല. ഇതുപോലെ വാതിൽ അടയ്ക്കുന്ന സമയത്ത് ഒച്ചയുണ്ടാകുവാനും പാടില്ല. വാതിലിൻ്റെ വിജാഗിരി തുരുമ്പിക്കുന്നതാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള കാരണം. ഇതെല്ലാം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തത് ഉടഞ്ഞ വിഗ്രഹങ്ങൾ. ഉടഞ്ഞ വിഗ്രഹങ്ങൾ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. പൊട്ടിയ ഫോട്ടോകൾ, കീറിയ ചിത്രങ്ങൾ എന്നിവ ഒരു കാരണവശാലും വീട്ടിൽ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഏതെങ്കിലും ഈശ്വരന്മാരുടെ ഫോട്ടോകളെങ്കിൽ പ്രത്യേകിച്ചും ഇത് ഒഴുകുന്ന വെള്ളത്തിൽ ഇടുന്നതാണ് നല്ലത്. ഇതിന് സൗകര്യമില്ലെങ്കിൽ വീടിന് പുറത്തായി വളപ്പിലെ ഏതെങ്കിലും അതിരിൽ വൃത്തിയുള്ള സ്ഥലത്ത് ചാരി വയ്ക്കുക. നിലത്തിടാൻ പാടുള്ളതല്ല. ഇത് കാലക്രമേണ ദ്രവിച്ചു പോകുകയും ചെയ്യും. ഏറ്റവും നല്ലത് വൃത്തിയുള്ള ഒഴുക്കുവെള്ളത്തിൽ ഇടുന്നതാണ്. ചിലയിടങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ആൽത്തറകളിൽ വയ്ക്കാറുമുണ്ട്. ഇതും അതിന് നല്ലൊരു വഴിയാണ്. അടുത്തത് നിലച്ച ഘടികാരം. നിലച്ച ഘടികാരം ഒരു കാരണവശാലും വീട്ടിൽ ഉപയോഗിക്കുവാൻ നല്ലതല്ല. ബാറ്ററി നിലച്ചാൽ ഉടൻ തന്നെ മാറ്റിയിടുക. ഭവനത്തിലേക്ക് ക്ലോക്ക് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു എന്നാണ് അർത്ഥം. എന്നാൽ ഇത് നിലച്ചാൽ നമ്മുടെ ജീവിതം, നമ്മുടെ കാര്യങ്ങളെല്ലാം നിലച്ചു എന്നതിൻ്റെ സൂചനയാണ് വാസ്തുപ്രകാരം പറയുന്നത്. ചത്ത ഘടികാരം വാസ്തുപ്രകാരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാന കാരണമാണ്. വാസ്തുപ്രകാരം കൃത്യമായി നടക്കുന്ന ഒരു ക്ലോക്ക് പോസിറ്റീവ് ഊർജമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അടുത്തത് കീറിയ വസ്ത്രങ്ങളാണ്. കീറിയ വസ്ത്രങ്ങൾ ഒരു രീതിയിലും വീട്ടിൽ ഉപയോഗിക്കരുത്. അത് ധരിക്കുകയുമരുത്. ഇവ തുന്നി ഉപയോഗിക്കാം. എന്നാൽ ഇവ കീറിയ രീതിയിൽ ഒരു കാരണവശാലും ഉപയോഗിക്കുവാൻ പാടില്ല. ഇതുപോലെ തന്നെ കേടായ കല്യാണ സാരി വീട്ടിൽ സൂക്ഷിക്കരുത്. കേടായത് മാത്രമല്ല,
ഏറെ കാലമായി ഉപയോഗിക്കാത്ത സാരിയും മറ്റു വസ്ത്രങ്ങളും കൈവശം വയ്ക്കരുത്. ഇത് അനാഥാലയത്തിലോ മറ്റോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകൾക്കോ നൽകാവുന്നതാണ്. കല്യാണ സാരിയല്ലേ, വിലയുള്ളതല്ലേ എന്ന് കരുതി നാം അത് ഉപയോഗശൂന്യമാക്കി കളയുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതാണ്. ഇനി വീട്ടിൽ അലമാര വയ്ക്കുന്ന സ്ഥാനം. നമ്മുടെ വീട്ടിലെ ഊർജപ്രവാഹത്തിൽ അലമാര ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പണം സൂക്ഷിക്കുന്നത് മുതൽ നമ്മുടെ വസ്ത്രങ്ങൾ തൂക്കിയിടുന്നതുവരെ ഒരു വ്യക്തിയുടെ പോസിറ്റീവ് നെഗറ്റീവ് വൈബ്രേഷനുകളെ ബാധിക്കുന്നുണ്ട്. മരം എപ്പോഴും നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജികളെയാണ് നിരീക്ഷിക്കുന്നത്. ബെഡ്റൂമിൽ അലമാരയുടെ സ്ഥാനം. കിടപ്പുമുറിയിൽ ഒരു അലമാര വയ്ക്കുമ്പോൾ എല്ലായ്പ്പോഴും വടക്കു കിഴക്കോ തെക്ക് പടിഞ്ഞാറോ മൂലയിൽ സ്ഥാപിക്കുക. നിങ്ങൾ കിടപ്പുമുറിയിൽ അലമാര ഇടുകയാണെങ്കിൽ അതിനുള്ളിലോ പരിസരത്തോ കണ്ണാടികൾ തിരഞ്ഞെടുക്കരുത്. അലമാര നിങ്ങളുടെ കിടക്കയ്ക്ക് അഭിമുഖീകരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. അലമാരയുടെ വാതിൽ തുറക്കുന്നതിനുള്ള ദിശ കിഴക്കും തെക്കും ആയിരിക്കണം. കിടപ്പുമുറിയിൽ അലമാരയ്ക്ക് ലൈറ്റ് കളർ പാനലും ഷെൽഫുകളും ഉപയോഗിക്കുന്നത് നല്ലതാണ്. അലമാരയുടെ നിറം നിങ്ങളുടെ ചുവരുകളിലെ നിറങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെയും സമ്പത്തിനെയും ബാധിക്കുന്ന ഒരു നിറം തിരഞ്ഞെടുക്കുമ്പോൾ ഇത് മനസ്സിൽ വയ്ക്കുക. വെള്ള, മൃദുവായ നീല, പച്ച, ക്രീം തുടങ്ങിയ ഇളം നിറങ്ങൾ നിങ്ങളുടെ അലമാരയ്ക്ക് വളരെയധികം യോജിച്ചതാണ്. ഇരുണ്ട നിറം ഒരിക്കലും അരുത്. അലമാരയ്ക്കായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിറങ്ങൾ സൂക്ഷ്മവും ശ്രദ്ധ ആകർഷിക്കുന്നതുമായിരിക്കണം. കിടപ്പുമുറിയിൽ ഒരു രീതിയിലും ഇരുണ്ട നിറമുള്ള അലമാര വയ്ക്കരുത്. ഇളം നിറമുള്ള അലമാര ഉപയോഗിക്കുക. ഇനി തെറ്റായ ദിശ ഒരിക്കലും പാടില്ല. വീട്ടിലെ അലമാരകളിലും കബോർഡുകളിലും ഒരിക്കലും ഉപയോഗിക്കാത്ത സാധനങ്ങൾ കുത്തി നിറയ്ക്കുന്നത് ഒഴിവാക്കുക. ഇത് വീട്ടിൽ നെഗറ്റീവ് ഊർജം കൊണ്ടുവരുന്നതിന് കാരണമാകും. ആവശ്യങ്ങൾ കണക്കിലെടുത്ത് മിതമായ സ്റ്റോറേജ് സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടത്. അലമാരകളും കബോർഡുകളും തെറ്റായ ദിശയിൽ സ്ഥാപിച്ചാൽ കുടുംബത്തിൻ്റെ പുരോഗതിക്ക് കോട്ടം തട്ടുന്നതാണ്. വീട്ടിലെ അലമാരകളും കബോർഡുകളും സ്ഥാപിക്കേണ്ട ദിശയാണ് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ഥാപിക്കണം. അങ്ങനെ അത് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ തുറക്കുന്ന വിധം വേണം. തെക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കുകളിലും സ്ഥാപിക്കുന്നതിൽ തെറ്റില്ല. വടക്കു കിഴക്ക്, കിഴക്ക് എന്നീ ഭാഗങ്ങളിൽ അലമാര അല്ലെങ്കിൽ കബോർഡ് എന്നിവ ഒരു കാരണവശാലും ക്രമീകരിക്കരുത്. കല്ലുകളോ മാർബിളുകളോ ഉപയോഗിച്ച് നിർമ്മിച്ച അലമാര ഒരു കാരണവശാലും ഉപയോഗിക്കുവാൻ പാടില്ല. കിടപ്പുമുറിയിൽ എല്ലായ്പ്പോഴും മരം അല്ലെങ്കിൽ ഇരുമ്പ് അലമാരയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അലമാരയുടെ സ്ഥാനം കിടപ്പുമുറിയുടെ ചുവരിൽ തൊടാത്ത വിധം ആയിരിക്കണം. കട്ടിലിൽ ഉറങ്ങുന്ന വ്യക്തിയെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികൾ അലമാരയിൽ ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഇത് താമസക്കാരന് നിരവധി രോഗങ്ങൾക്ക് കാരണമായി തീരും. അടുത്തത് ലോക്കറിൻ്റെ സ്ഥാനമാണ്. പണം സൂക്ഷിക്കുന്ന അലമാര അല്ലെങ്കിൽ ലോക്കറിന് ഒറ്റ വാതിൽ മാത്രം ഉൾക്കൊള്ളുവെന്ന് ഉറപ്പാക്കുക. പണത്തിൻ്റെ സ്ഥാനം വടക്ക് വശമായിരിക്കണം. വടക്ക് ദിശ കുബേര ദിശയായതിനാൽ ഇത് പണം നിറയ്ക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ലോക്കർ വയ്ക്കുന്ന മുറിയുടെ ഉയരം മറ്റ് മുറികളേക്കാൾ കുറവാകരുത്. വടക്ക് കിഴക്ക് ദിശയിൽ ഒരു കാരണവശാലും അലമാര സ്ഥാപിക്കരുത്. കൂടുതൽ ചിലവുകൾ വന്നുചേരുന്നതാണ്. അതുപോലെ തന്നെ പണനഷ്ടവും നേരിടേണ്ടി വരും. പണം വയ്ക്കുന്ന അലമാര ഒരു കാരണവശാലും മുറിക്കുള്ളിലുള്ള ഏതെങ്കിലും ബീമിന് താഴെയായിരിക്കരുത്. വാസ്തുപ്രകാരം ലോക്കറിന് മുൻപിൽ ഒരു കണ്ണാടി വയ്ക്കുന്നത് ധനാഗമനത്തിന് വളരെയധികം സഹായിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.